قد أرشد أمجد أرفع أكمل ياسين نبي الله قد نير نور جمل سهل طه نبي الله أكرم أنذر وبشر أنجز نجا بحياة بخطاب بالقدوة وفى محمد نبي الله أرشد أمجد أرفع أكمل ياسين نبي الله قد نير نور جمل سهل طه نبي الله أكرم أنذر وبشر أنجز نجا بحياة بخطاب بالقدوة وفى محمد نبي الله يا نبي نرى منك وصفات حسنات إننا نرجو بها ما فاز في الجنات يا نبي نرى منك وصفات حسنات إننا نرجو بها ما فاز في الجنات نشهد محمد رسول الله نشهد محمد رسول الله أنت حبيب الله أنت رسول الله أنت حبيب الله أنت رسول الله أنت شفيع الله قد أرشد أمجد أرفع أكمل ياسين نبي الله قد نير نور جمل سهل طه نبي الله أكرم أنذر بشر أنجز نجا بحياة بخطاب بالقدوة وفى محمد نبي الله ما رأى رسول الله عدوانا للمخلوق ما دعا دين السماء ميدانا للحربات ما رأى رسول الله عدوانا للمخلوق ما دعا دين السماء ميدانا للحربات أنا يكون لنا عصبيا أنا يكون لنا عصبيا حي إذا حييتم ردوا سلام لكم حي إذا حييتم ردوا سلام لكم ذاك تحيتكم. السلام عليكم ورحمة الله. بسم الله إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സർവാദിനാഥനും സർവശക്തനും സർവജ്ഞനുമായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അവിടുത്തെ ജീവിതവും ചര്യയുമെല്ലാം എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കുകയും പിൻപറ്റുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം മനുഷ്യനോട് പല രീതിയിലും പല വിധേനയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും
നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുമായി പല ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മനുഷ്യരുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് മാറിയിട്ട് ജീവിതത്തെ ശുദ്ധീകരിക്കാനും മാനസികമായിക്കൊണ്ടും ശാരീരികപരമായിക്കൊണ്ടും പൊരുത്തവും സംതൃപ്തിയുമെല്ലാം ലഭ്യമാവാൻ പരിശുദ്ധ ഇസ്ലാം ഒരുപാട് തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ പല വിധേന പല മാർഗത്തിലൂടെ നമുക്ക് നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് അത് ഉൾക്കൊണ്ടു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അനുധാവനം ചെയ്തു. തിന്നും കുടിച്ചും ഭോഗിച്ചുമൊക്കെ ജീവിച്ചിരുന്നൊരു ജനസമൂഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ചപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ അവർ ഉൾക്കൊണ്ടപ്പോൾ പല വിധേന ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു കാലഘട്ടത്തിൽ ഒരു ഒട്ടകത്തിൻ്റെ മൂക്ക് കയർ പിടിക്കാൻ മാത്രം അതപ്പതിച്ചിരുന്ന ജനസമൂഹമായിരുന്നുവെങ്കിൽ പിൽക്കാലഘട്ടങ്ങളിൽ ലോകത്തിന് തന്നെ അവർ മാതൃകയായി. അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ഇന്നയാൾ സ്വർഗത്തിലാണ്, അബൂബക്കർ നിങ്ങൾ സ്വർഗത്തിലാണ്, ഉമർ നിങ്ങൾ സ്വർഗത്തിലാണ്, ഉസ്മാൻ നിങ്ങൾ സ്വർഗത്തിലാണ്, അലി നിങ്ങൾ സ്വർഗത്തിലാണ്, സഅദ് സഈദ് സുബൈർ ത്വൽഹ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു തആല അൻഹു ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് ഇഹലോകത്ത് വെച്ചുകൊണ്ട് തന്നെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തേ ഇത്രമാത്രം മാറ്റങ്ങൾ അവർ സംഭവിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തത്തെയും ഇരുത്തത്തെയും കിടത്തത്തെയും ഉറക്കത്തെയും ഉണർച്ചയെയും സമീപനങ്ങളെയും സമ്പ്രദായങ്ങളെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാർഗമായി ഉൾക്കൊണ്ടുകൊണ്ട് പിൻപറ്റിയതിനാൽ തന്നെയും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് നിഴലിച്ചു നിൽക്കുന്നതിനാൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഈ സുവിശേഷ വാർത്ത അറിയിച്ചു. അതുകൊണ്ട് വിശ്വാസികളായ സമൂഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകൻ്റെ പേരിൽ ജന്മദിനാഘോഷം ആഘോഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ജനനത്തിൻ്റെ പേരിൽ പ്രത്യേകമായി കൊണ്ട് ആചാരങ്ങളോ മൗലീദുകളോ റാത്തീബുകളോ സ്വലാത്തുകളോ ദിക്റുകളോ ദുആകളോ അന്നേ ദിനത്തിൽ പ്രത്യേകമായി ആചരിച്ചുകൊണ്ടോ ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ആചാരങ്ങളോ സമ്പ്രദായങ്ങളോ അത് കൊണ്ടു നടക്കുന്നതിലൂടെ അല്ല നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പ്രവാചകൻ എങ്ങനെ ഈ സമുദായത്തിൻ്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്നുവോ ആ ജീവിതം അതേ പ്രകാരം പിൻപറ്റുക. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ച പ്രവാചകൻ, അതുപോലെ വലത് കാല് കൊണ്ട് ചെരുപ്പ് ധരിച്ച പ്രവാചകൻ, വലതു ഭാഗം കൊണ്ട് വസ്ത്രം ധരിച്ച പ്രവാചകൻ, മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാല് വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിച്ച പ്രവാചകൻ, മുടി ചീകുമ്പോൾ വലത് ഭാഗം കൊണ്ട് ആരംഭിച്ച പ്രവാചകൻ, ഇടത് കാല് വെച്ചുകൊണ്ട് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിച്ച പ്രവാചകൻ, അതുപോലെ ഓരോ കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കേണ്ടിടത്ത് വലത്തേതിനെ മുന്തിച്ചുകൊണ്ടും ഇടത്തേതിനെ ചില കാര്യങ്ങൾ മുന്തിക്കേണ്ടതുണ്ടെങ്കിൽ ഇടത്തേതിനെ ആ കാര്യത്തിൽ മുന്തിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ ഇതെൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃകയാണ് എന്ന രീതിയിൽ നമ്മളൊന്ന് ജീവിച്ച് കാണിച്ച് എങ്കിൽ നമുക്കൊരു പ്രവാചകനോട് സ്നേഹമുണ്ട്. അതാണ് യഥാർത്ഥ സ്നേഹം. കാരണം നമ്മേക്കാൾ കൂടുതൽ പ്രവാചകനെ കാണുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും പ്രവാചകന്റെ ജീവിതം പഠിക്കുകയും ചെയ്തവരാണ് ആ സ്വഹാബി വര്യന്മാർ. അതുവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും എങ്ങനെ താരതമ്യപ്പെടുത്തിയാലും ഒരിക്കലും അത് ഉപമിക്കാൻ കഴിയില്ല. അത്രമാത്രം നമ്മേക്കാൾ കൂടുതൽ പ്രവാചകനെ സ്വഹാബത്ത് സ്നേഹിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സവിധത്തിലേക്ക് ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കയറി വരികയാം. യാ റസൂലല്ലാഹ് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് പ്രവാചകരെ നിങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദി ഹത്താ അകൂന അഹബ്ബ ഇലൈക് മിൻ നഫ്സിക്. നിന്റെ ശരീരത്തേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് വരെ നിന്റെ വിശ്വാസം പൂർത്തിയാവില്ല. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനടി തിരുത്തി പറയുകയാം, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് എൻ്റെ ശരീരത്തേക്കാൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ എൻ്റെ മാതാപിതാക്കളെക്കാൾ എല്ലാം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അൽ ആനയാ ഉമർ, ഇപ്പം നിന്റെ വിശ്വാസം പൂർത്തിയായിട്ടുണ്ട് ഉമർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എങ്ങനെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ
സ്വന്തം ശരീരത്തേക്കാൾ, സമ്പത്തിനേക്കാൾ, കൂട്ടുകുടുംബങ്ങളേക്കാൾ, സ്നേഹവാദനങ്ങളേക്കാൾ, ഇഷ്ടവാദനങ്ങളേക്കാൾ എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് വരെ നമ്മുടെ വിശ്വാസവും ഈമാനും പൂർത്തിയാവില്ല. അതുകൊണ്ട് നമുക്ക് പ്രവാചകരോട് സ്നേഹമുണ്ടെങ്കിൽ, പ്രവാചകന്റെ ജീവിതം പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിയേണ്ടവരാണ് നമ്മൾ. നോക്കൂ നിങ്ങൾ, പ്രവാചകനെ സ്വഹാബത്ത് സ്നേഹിച്ചിരുന്നതിൻ്റെ എത്രയോ മാതൃകകൾ നമ്മൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ്, പഠിച്ചവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹദിന്റെ രണാളങ്കത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം, പ്രവാചകന്റെ ശരീരത്തിലേക്ക് അമ്പുകളും പ്രവാചകന്റെ ശരീരത്തിലേക്ക് വെട്ടുകളും വരാതിരിക്കാൻ വേണ്ടി പ്രവാചകന്റെ മുന്നിൽ തന്നെ ശരീരം ഉറപ്പിച്ചുകൊണ്ട് വളരെയധികം ആരോഗ്യ ദൃഢഗാത്രനായി മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നിൽക്കുകയാം. എന്നിട്ട് പ്രവാചകരോട് പറയുകയാം, ലാ തുശ്രിഫ് യാ റസൂലല്ലാഹ് ലാ യുസീബക സഹമൻ മിൻ സിഹാമിൽ ഖൗം നഹരി ദൂന നഹരിക്. എൻ്റെ പിറകിലേക്ക് മാറി നിൽക്കൂ പ്രവാചകരെ, അങ്ങയുടെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ഏറ്റുവാങ്ങട്ടെയോ എന്ന് പറയുന്ന മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു 70-ലധികം വെട്ടുകൾ ശരീരത്തിലേക്ക് ഏൽക്കുമ്പോഴും പ്രവാചകരോടുള്ള സ്നേഹം കൊണ്ട് അതൊന്നും ഒരു വേദനയായിക്കൊണ്ട് കാണാത്തവരായിരുന്നു സഹാബത്തുൽ കിറാം. അതുപോലെ പ്രവാചകനെ സ്നേഹിച്ച ഒരുപാട് സഹാബി വര്യന്മാർ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കൈകളിലൂടെ പ്രവാചകന്റെ അനുചരനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കരങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് വരാനും അതുപോലെ തന്നെ സ്വതന്ത്രനാവാനും എല്ലാ രീതിയിലും രക്ഷപ്പെടാനും കഴിയുകയും എല്ലാവരും അവഗണിക്കപ്പെട്ടിരുന്ന അശരണരുടെയും ദരിദ്രന്മാരുടെയും അതുപോലെ തന്നെ പാവങ്ങളുടെയും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ കണ്ടിരുന്ന മഹാനായ ബിലാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ കറുത്ത വ്യക്തിയാണെങ്കിൽ പോലും സുന്ദരനായി മാറുകയാണ്. അദ്ദേഹത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് വിളിക്കാൻ വേണ്ടി പോലും ഏൽപ്പിക്കുന്നത്. എല്ലാ പ്രഗത്ഭരായ സഹാബിമാരുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടും അതിനേക്കാൾ സ്വരമാധുര്യവും ശബ്ദമാധുര്യവും ഉണ്ടായിട്ട് പോലും അവരെ ഒന്നും വിളിക്കാതെ ബിലാലിനെ വിളിച്ചുകൊണ്ട് ബിലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നമ്മേക്കാൾ എല്ലാവരേക്കാൾ പ്രവാചകരോട് സ്നേഹമാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബാങ്ക് വിളിക്കാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹം ബാങ്ക് വിളി പോലും നിർത്തിവെക്കുകയാണ്. എന്തേ? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ പ്രവാചകനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുമ്പോൾ അദ്ദേഹത്തിന് ബാങ്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞു. പ്രവാചകൻ വേർപിരിഞ്ഞതിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായിക്കൊണ്ട് അദ്ദേഹത്തോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോഴും സാധിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബാങ്ക് വിളിച്ച സംഭവങ്ങളെല്ലാം അറിയാം. ആ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ബാങ്ക് കേൾക്കാൻ സഹാബത്ത് ഓടിക്കൂടുകയും ബോധരഹിതനാകുന്ന ചരിത്രമെല്ലാം. എന്തേ? അത്രത്തോളം നബിയെ സ്നേഹിച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രീതിയിലും പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്തുകൾ ചൊല്ലിയിട്ടുമൊക്കെ ജീവിച്ചിരുന്ന സഹാബത്ത് നമുക്ക് നമ്മുടെ പ്രവാചകരോട് സ്നേഹമുണ്ട് എങ്കിൽ പ്രവാചകന്റെ ജീവിതം നമ്മുടെ മുന്നിലുണ്ട്, പ്രവാചകന്റെ ചര്യകൾ നമ്മുടെ മുമ്പിലുണ്ട്, പ്രവാചകന്റെ ജീവിതത്തിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സഹാബത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുപോലും വിട്ടേച്ചു പോയില്ല, ഒന്നുപോലും ഉപേക്ഷിച്ചില്ല, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം, അത് നമ്മൾ ഗ്രഹിക്കാൻ തയ്യാറാവണം. ഗ്രഹിക്കുക മാത്രമല്ല, മൻ ദല്ലല ഖൈരിൻ ഫലഹു മിസ്ലു അജ്രിൻ ഫായിലി. ആ പഠിച്ച നന്മ, അറിഞ്ഞ നന്മ, സ്വീകരിച്ച നന്മ മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ, നമ്മളൊരു നന്മ അറിയിച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് മുഖേന ആ വ്യക്തിക്ക് അയാൾ ചെയ്യുന്നത് പോലെയുള്ള പ്രതിഫലം പറഞ്ഞു കൊടുത്ത വ്യക്തിക്കും ലഭ്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബല്ലിഗുനി വലൗ ആയ, ഒരായത്തെങ്കിലും എന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിനെന്ത് വേണം? നമ്മൾ പഠിക്കാൻ തയ്യാറാവണം, ഗ്രഹിക്കാൻ തയ്യാറാവണം, ഉൾക്കൊള്ളാൻ തയ്യാറാവണം. വിഭിന്നമായി, ഛിദ്രഭിന്നമായി, അല്ലെങ്കിൽ ആശയക്കുഴപ്പമായി പരസ്പരം കലഹിച്ചുകൊണ്ട് അനൈക്യത്തോടുകൂടി ജീവിക്കേണ്ടവരല്ല. നമ്മൾ ഒരു മനസ്സാണ്, ഒരു ശരീരമാണ്, ഒരാദർശമാണ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യക്തിത്വങ്ങളാണ് എന്ന് ഗ്രഹിച്ചുകൊണ്ട് തന്നെ പരസ്പരം സഹകരണത്തോടെ, സ്നേഹത്തോടെ, പരസ്പരം സഹവർത്തിത്തോടെ, അലിവും അനുകമ്പയും ആർദ്രതയും സഹാനുഭൂതിയും കടന്നു വന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകന്റെ ജീവിതം പഠിച്ചുകൊണ്ട് നമ്മൾ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കേണ്ടവരാണ്. വലിയ ഉത്തരവാദിത്തങ്ങളും
ബാധ്യതകളും നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. അതല്ലാതെ ഒരു ക്ലാസ്സിലേക്ക് പോകുന്നില്ല, ഒരു സെന്ററിനോടോ വ്യക്തികളോടോ ഉള്ള വിദ്വേഷം കൊണ്ട് മാറി നിൽക്കേണ്ടവരല്ല. മാറി നിൽക്കുന്നവരുണ്ടായേക്കാം, അവർക്ക് അതിൽ നിന്നെല്ലാം വലിയ ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ വിശ്വാസികൾക്ക് വലിയ ബാധ്യതയുണ്ട്. അവരൊരിക്കലും മാറി നിൽക്കില്ല, പഠിക്കണമെന്ന താല്പര്യത്തോടെ. കാരണം അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക അറിവുള്ളവർ, ഭയമുണ്ടാവുക അള്ളാഹുവെ കുറിച്ചുള്ള ഭയം അവർക്കാണ്. അറിവന്വേഷിക്കുന്ന പഠിക്കുന്ന ആളുകളെ പല പദവികളായി ദറജകളായി അള്ളാഹു ഉയർത്തുമെന്നുമെല്ലാം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പഠിക്കാത്ത, ഗ്രഹിക്കാത്ത, ഉൾക്കൊള്ളാത്ത, അതിന് തയ്യാറാവാത്ത ഒരു സമൂഹവും കാലഘട്ടവും എന്നാൽ അറിവിനെല്ലാം ശോഷണം സംഭവിക്കുന്നുവെങ്കിൽ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിക്കൊണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. എന്തേ? ഇന്ന മിന ശിറാത്തി സ്സാഅ, നിശ്ചയം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യഖില്ലൽ ഇൽമു, ഇൽമിന് ശോഷണം സംഭവിക്കുക, അയ്യുർഫഅൽ ഇൽമു, ഇൽമിന് ഉയർത്തപ്പെടുക. ഇതെല്ലാം ഹദീസുകളിലൂടെ വന്നതാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ ദോഷങ്ങളോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറഞ്ഞ് പരത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വിഭിന്നമായ ചിന്താഗതിയിലൂടെ പോകാനോ സമയം കിട്ടില്ല. മറിച്ച് ലോകത്തിൻ്റെ പ്രവാചകന്റെ ജീവിതം പഠിച്ചുകൊണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ആ മാതൃക പഠിക്കാൻ തന്നെ എമ്പാടുമുണ്ട്. പ്രവാചകന്റെ ജീവിതം പഠിക്കാൻ, പ്രവാചകൻ ഈ സമൂഹത്തോട് പഠിപ്പിച്ച അവിടുത്തെ ചര്യകൾ, പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅി ഫിൽ ജന്ന, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ, ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ സ്നേഹിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു. ആരെങ്കിലും എൻ്റെ സുന്നത്തിനെയും എന്നെയും ഒക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മാലിക് റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്, അസ്സുന്നത്തു സഫീനത്തു നൂഹ്, സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. മൻ റകിബഹാ നജാ, ആരതിൽ കയറിയോ അവൻ രക്ഷപ്പെട്ടു. ആരതിൽ കയറില്ല, ഞാൻ പോകില്ല, പഠിക്കില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുവോ അവൻ മുങ്ങിച്ചത്തത് തന്നെ എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്. ഇമാം സുഹൈരിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുകയാം. കാന സുഹൈരി റഹിമഹുല്ലാഹ് യഖൂൽ കാന ഉലമാഉനാ യഖൂൽ, ഉലമാക്കൾ പറയാറുണ്ടായിരുന്നു, അൽ ഇഅ്തിസാമു ബിസുന്നത്തി നജാത്ത്, സുന്നത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയാണ്, രക്ഷയാണ് സുന്നത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ കുറവാണെങ്കിൽ പോലും ആ കുറവുള്ള പ്രവർത്തനം എക്കാലഘട്ടങ്ങളിലും നിലനിർത്തുവാൻ, എക്കാലഘട്ടങ്ങളിലും അത് സ്ഥിരപ്പെടുത്തുവാൻ എങ്ങനെയൊക്കെ നമ്മൾ ഏതൊക്കെ ചര്യകൾ പഠിച്ചുവോ, ഏതൊക്കെ ജീവിതചര്യകൾ പഠിച്ചുവോ, ഏതൊക്കെ നമ്മൾ ഗ്രഹിച്ചുവോ അത് എക്കാലഘട്ടങ്ങളിലും നിലനിർത്തുക വളരെ കുറവാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും എന്നും അത് നിലനിർത്താനുള്ളൊരു താല്പര്യമായിരിക്കണം നമ്മളുണ്ടായിരിക്കേണ്ടത്. ആൻഡ് അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് അൻ അബ്ദുല്ലാഹ് ഖാല അൽ ഖസ്ദു ഫി സുന്നത്തി ഖൈർ മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ, ബിദ്അത്തിൽ കഠിനാധ്വാനം ചെയ്തതിനേക്കാൾ സുന്നത്തിൽ മിതത്വം പാലിക്കലാണ് നല്ലത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, സ്വഹാബത്തുൽ കിറാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബിദ്അത്തുകൾ ഒരുപാട് ചെയ്തതിനേക്കാൾ ചെയ്യുന്ന സുന്നത്ത് വളരെ കുറവാണെങ്കിൽ പോലും അത് എക്കാലഘട്ടങ്ങളിലും നിലനിർത്താനായിരിക്കണം വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് പഠിക്കാനും നമ്മുടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും ഒരുപാട് വഴികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വർഗത്തിലേക്ക് വിശ്വാസികളായ ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരുപാട് മാതൃകകൾ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. കാരണം വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അവർ ചെയ്യേണ്ട, പ്രവർത്തിക്കേണ്ട, അനുവർത്തിക്കേണ്ട, സ്വീകരിക്കേണ്ട ഓരോ മേഖലകളെക്കുറിച്ച്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നരകത്തിലേക്ക് പ്രവേശിക്കുന്ന, നരകത്തിലേക്ക് കടന്നു പോകുന്ന എല്ലാ മാർഗങ്ങളെക്കുറിച്ചും അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നും വിട്ടേച്ചു പോയില്ല. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ നമ്മൾ പഠിക്കുന്ന നന്മകൾ ഭാര്യയോട്, മക്കളോട്, മാതാവിനോട്, പിതാവിനോട്, കുടുംബത്തോട്, സ്നേഹബാധനങ്ങളോട് പറയാനും പഠിപ്പിക്കാനും അവരേക്ക് ആ നന്മകളെ ചൊരിഞ്ഞു കൊടുക്കാനും അത് പരസ്പരം കൈമാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തോടെ, ഐക്യത്തോടെ അത് പറഞ്ഞും പഠിപ്പിച്ചും ആ നന്മയിലൂടെ ജീവിക്കാനായിരിക്കണം വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായി വിശ്വാസികൾക്ക് പഠിപ്പിച്ച എത്രയോ നന്മകൾ നോക്കൂ നിങ്ങൾ. പ്രവാചകൻ സ്വർഗത്തെ പരിചയപ്പെടുത്തിയ ഹദീസ് മഹാനായ സഹൽ ഇബ്നു സഈദ് അസ്-സഈദി
റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്, സ്വർഗത്തിന്റെ മനോഹാരിതയും സ്വർഗത്തിന്റെ ഭംഗിയും സ്വർഗത്തിൻ്റെതായ കാഴ്ചകളെക്കുറിച്ചും നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും വർണ്ണിക്കാൻ കഴിയില്ല, കാതുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു നാവുകൾ കൊണ്ട് പറഞ്ഞാലോ സാഹിത്യങ്ങൾ കൊണ്ട് അതിനെ സങ്കല്പിച്ചാലോ പറഞ്ഞാലോ ഒരിക്കലും അത് ഉപമിക്കാൻ കഴിയില്ല. നോക്കൂ, സഹാബത്ത് പറയുകയാ, ശഹീദ് മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസൻ വസഫ ഫിൽ ജന്ന ഹത്താ ഇൻതഹാ. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ ഒരിക്കൽ സന്നിഹിതനായി പ്രവാചകൻ സ്വർഗ്ഗത്തെക്കുറിച്ച് വർണ്ണിച്ചിരുന്ന ഒരു സദസ്സായിരുന്നു ആ സദസ്സ്. ആ സദസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയുണ്ടായി. അങ്ങനെ സുമ്മ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി ഹദീസി, പ്രവാചകന്റെ ഹത്താ ഇൻതഹാ, പ്രവാചകന്റെ സംസാരം അവസാനിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സംസാരത്തിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടുന്ന് അവസാനത്തിൽ ഇങ്ങനെ പറയുകയാ, എന്ത്? ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബിൻ ബശർ. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയങ്ങൾ കൊണ്ടും ഒരിക്കലും ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു ഭവനമുണ്ട്. അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്നത്. സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരു വിധേയനെയും ഉപമിക്കാൻ കഴിയില്ല, അത്രത്തോളം മനോഹാരിത നിറഞ്ഞതാണ്. പിന്നെയോ സ്വർഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറു മിന ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിൽ ഒരു ചാട്ട വെക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാൾ മുഴുവനും ഉത്തമമാണ് എന്നാണ് സ്വർഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, ഈ സ്വർഗത്തിൻ്റെ മനോഹാരിതകളെക്കുറിച്ച് ഗ്രഹിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗമായിരിക്കണം അവരുടെ ലക്ഷ്യം. അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് പ്രവർത്തനമാവട്ടെ, ഏത് അമലുകളാവട്ടെ, ഏത് കർമ്മങ്ങളാവട്ടെ, ഏത് സംസാരമാകട്ടെ, എല്ലാം അവരുടെ ലക്ഷ്യമൊന്നായിരിക്കണം, സ്വർഗമായിരിക്കണം. ഇഹലോകത്തിലെ നൈമിഷികമായ ജീവിതമല്ല. ഇഹലോകത്തിലെ ജീവിതം എപ്പോഴാണ് അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകേണ്ടവർ എന്ന് ഒരിക്കലും അറിയില്ല. എപ്പോഴും അവസാനിച്ചേക്കാം. ഇഹലോക ജീവിതം എന്നത് ഏത് സന്ദർഭത്തിലും എപ്പോഴാണ് മരണം നമ്മിലേക്ക് കടന്നു വരിക എന്ന് ഒരു മനസ്സിനും ഒരു ശരീരത്തിനും ഒരു നാവിനും ഒരു കാതുകൾക്കും ഒരിക്കലും പറയാൻ കഴിയില്ല. അല്ലാഹുവിലുള്ള തീരുമാനമാണത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ട് നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമായിട്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള നന്മകളെക്കുറിച്ച് അന്വേഷിക്കുവാനും പഠിക്കുവാനുമായിരിക്കണം അവർ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഫിൽ ജന്നതി സമാനിയതു അബ്വാബ്. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ ഫീഹാ ബാബുൻ യുസമ്മ റയ്യാൻ ലാ യദ്ഖുലു ഇല്ല സ്വായിമൂൻ. അതിൽ റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. നോമ്പുകാരല്ലാതെ ഒരാളും ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സ്വർഗത്തിന്റെ കവാടങ്ങളെക്കുറിച്ച്, സ്വർഗത്തിലെ മരങ്ങളെക്കുറിച്ച്, സ്വർഗത്തിലെ ഭക്ഷണത്തെക്കുറിച്ച്, സ്വർഗത്തിലുള്ള ഓരോ സൗകര്യങ്ങളെക്കുറിച്ച് എല്ലാം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ എന്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിക്കുവാനും ആ നന്മയിലൂടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുമായിരിക്കണം വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വർഗത്തിന്റെ മനോഹാരിതകളെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കവേ പ്രവാചകന്റെ സവിധത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ അലാ മിൻ ദുഇയ മിൻ തിൽകിൽ അബ്വാബി മിൻ ദറൂറ. അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന വ്യക്തിക്ക് എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടണമെന്ന യാതൊരു അനിവാര്യതയുമില്ലല്ലോ. അതായത് ഫഹൽ യുദാ അഹദു മിൻ തിൽകിൽ അബ്വാബി കുല്ലിഹാ ഖാല. എല്ലാ കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? സ്വർഗത്തിലേക്ക് എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നഅം വർജു അൻ തകൂന മിൻഹും, താങ്കൾ അതിൽ പെടട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ആരോട്? സ്വർഗത്തിലേക്ക് ഒന്നാമതായി പ്രവാചകന്റെ സമൂഹത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവാചകനിൽ പുരുഷന്മാരിൽ ആദ്യമായി വിശ്വസിക്കുകയും പ്രവാചകന്റെ കൂടെ ഹിജ്റ പോവുകയും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ മേഖലകളിലും പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പ്രവാചകർക്ക് വിവാഹം ചെയ്തു കൊടുത്ത പ്രവാചകന്റെ കാലശേഷം ഇസ്ലാമിന്റെ ഖലീഫയായി കടന്നു വന്ന അബൂബക്കറിന്റെ ഈമാൻ ഒരു തുലാസിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ ഈമാൻ മറ്റേ തുലാസിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാനായിരിക്കും കനം തൂങ്ങുക എന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരുടെയൊക്കെ ജീവിതത്തിൽ നിഫാഖ് കടന്നു വരുന്നതിനെ വളരെയധികം ഭയപ്പെടുകയും
പേടിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ജീവിതത്തിൽ സ്വർഗമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞുവെങ്കിൽ പോലും അവർക്ക് ഭയമായിരുന്നു. ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. നമ്മളോ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് പഠിക്കുമ്പോഴേക്ക് എല്ലാം തികഞ്ഞു, എല്ലാം അറിഞ്ഞു, ഇനിയോ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും കുറ്റങ്ങളും കുറവുകളും എല്ലാം വിളിച്ചു പറയാം എന്ന രീതിയിലുള്ള ധാരണകൾ വരികയാം. മെയിലുകളും മെസ്സേജുകളും അതുപോലെ തന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും മോശമാക്കിയിട്ടും എല്ലാ രീതിയിലും ചിത്രീകരിക്കാൻ മാത്രം എല്ലാ ഇൽമുകളും തികഞ്ഞവനാണ്, സ്വർഗത്തിലേക്കുള്ള സീറ്റ് ഉറപ്പിച്ചവനാണ് എന്ന ധാരണ കടന്നു വരികയാം. പാടില്ല. നമ്മിൽ നിഫാഖിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ സഹാബിയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആരായിരുന്നു ഉമർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖൽതുൽ ജന്നഹ ഫറഅയ്തു ഫീഹാ ദാരൻ ഔ കഥറൻ ഫഖുൽതു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വർഗ്ഗം കാണിക്കപ്പെട്ടു. ആ സ്വർഗ്ഗം കണ്ട നിമിഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനോഹരമായ ഒരു കൊട്ടാരം അതിൽ കാണുകയാണ്. ആരുടേതാണ് ഈ പാലസ് എന്ന് ചോദിക്കുമ്പോൾ ഖാലു, അവിടുത്തോട് പറഞ്ഞു, ലി ഉമർ ബിൻ ഖത്താബ്, അങ്ങയുടെ സമൂഹത്തിലെ അങ്ങയുടെ ഉമറിനുള്ളതാണ് പ്രവാചകരെ ഈ കൊട്ടാരമെന്ന് പ്രവാചകരോട് പറയുകയുണ്ടായി. അത്രത്തോളം ഉമറിന് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് എന്നതും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം പറയുന്ന ഹദീസുകൾ നിരവധിയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദി മാ ലഖീക ശൈത്വാന ഖത്തു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഈ ഉമറങ്ങാനും ഒരു വഴിയിലൂടെ പ്രവേശിക്കുന്നുവെങ്കിൽ പിശാച് പോലും ആ വഴിയിലൂടെ പ്രവേശിക്കുകയില്ല. അത്രമാത്രം ദീനിൽ ഈമാനുള്ള, വിശ്വാസമുള്ള, പിശാചിന് പോലും ഭയമുള്ള വ്യക്തിയായിരുന്നു ഉമർ ബിൻ ഖത്താബ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവെ കാണുകയാം. എന്നിട്ട് പറയുകയാം, പ്രവാചകന്റെ കൂടെ എല്ലാ സന്ദർഭങ്ങളിലും, സന്തോഷങ്ങളിലും സന്താപങ്ങളിലും യുദ്ധങ്ങളിലും അതുപോലെ തന്നെ പ്രവാചകന് വിജയങ്ങൾ ഉണ്ടായപ്പോഴും പ്രവാചകന് പ്രതിബന്ധങ്ങളും സങ്കീർണതകളും കഷ്ടതകളും ആദികളും വ്യാധികളും എല്ലാം കടന്നു വന്നപ്പോഴും എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ പ്രവാചകരെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? എനിക്കൊരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലമെങ്കിലും ഈ സ്വർഗത്തിൽ ലഭ്യമാവുമോ? മാത്രമല്ല, ഒരിക്കൽ പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ സ്വാഹിബു സിർ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാം, ആരാണ് ഹുദൈഫത്തുൽ യമാൻ? പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മുനാഫിക്കുകളുടെ പേരുകളും കൃത്യമായി ഈ സഹാബിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ആളുകളെല്ലാം മദീനയിലെ മുനാഫിക്കുകളാണ്, ഇന്ന ആളുകളെല്ലാം നിഫാഖിന്റെ അംശവുമായി നടക്കുന്നവരാണ് എന്ന് സ്വാഹിബു സിർ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോയി കൊണ്ട് ചോദിക്കുകയാം, എന്റെ പ്രവാചകൻ എന്നെക്കുറിച്ചെങ്ങാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ആരാണ് ചോദിക്കുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന വിഖ്യാതനായ ഈമാനും വിശ്വാസവും ആദർശവും ലാ ഇലാഹ ഇല്ലല്ലയും എല്ലാം മുൻപന്തിയിലുള്ള, എല്ലാറ്റിലും മികവുറ്റു നിൽക്കുന്ന മഹാരഥനായ ഒരു സഹാബി വര്യന്റെ രോദനമാണ് എങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് എത്രത്തോളം സ്വർഗത്തിലേക്കുള്ള ലക്ഷ്യത്തെയും സ്വർഗത്തിലേക്കുള്ള സഞ്ചാരത്തെയും മാർഗത്തെയും വിശാലമാക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഏതെല്ലാം മേഖലകളിൽ ഈ സഹാബത്ത് സ്വീകരിച്ച നന്മകളെ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു, ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ ഈ നന്മകൾ പഠിക്കാൻ കഴിഞ്ഞു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യങ്ങൾ സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജൽ ലയർഫു ദറജത ലിൽ അബ്ദി സ്വാലിഹ് ഫിൽ ജന്ന, നിശ്ചയം അല്ലാഹു സ്വാലിഹായ ഒരടിമക്ക് സ്വർഗത്തിൽ പദവി ഇങ്ങനെ ഉയർത്തിക്കൊടുക്കും. ആ സമയത്ത് ഫയഖൂൽ, ആ വ്യക്തി പറയുകയാണ്, യാ റബ്ബ് അന്നലി ഹാദി, എന്തേ എനിക്കിങ്ങനെ പദവി ലഭ്യമാകുന്നത്? എനിക്ക് ഒരുപാട് ദർജകൾ ഇങ്ങനെ ലഭ്യമാകുന്നുണ്ടല്ലോ, ഒരുപാട് പദവികളിലേക്ക്, മേഖലകളിലേക്ക്, നന്മകളിലേക്ക് എനിക്ക് കുതിക്കാൻ കഴിയുന്നുണ്ടല്ലോ, എന്തേ എനിക്കിതിങ്ങനെ സാധ്യമാകുന്നത്? ആ സമയത്ത് അല്ലാഹു പറയുമത്രേ, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകൻ കാരണമാണ്. നിന്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനം നടത്തുന്നുണ്ട്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നതിന്റെ ഫലമായിക്കൊണ്ടാണ് പദവികൾ, ദർജകൾ നിനക്ക് ലഭ്യമാകുന്നുണ്ട്. ഒരു സ്വാലിഹായ ഒരു സന്താനത്തെ ബാക്കി വെക്കുക എന്നത്, അത് പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന, എല്ലാ മേഖലകളിലും നന്മകളിലും നമ്മെ ഗ്രഹിക്കുന്ന, മനസ്സിലാക്കിയിട്ട് വിശ്വാസിയായ ഒരു മകനെ ബാക്കി വെക്കാൻ
ആർക്ക് കഴിയുന്നു? സ്വഹാബത്തിന്റെ ജീവിതം മഹാനായ അബ്ദുല്ലാഹ് ഉമറിനെ കൊണ്ട് പ്രവാചകന്റെ സ്വഹാബിയായ ഉമർ ബിൻ ഖത്താബ് അഭിമാനിക്കുമായിരുന്നു. കാരണം എല്ലാ മേഖലകളിലും പ്രവാചകന്റെ ജീവിതം കാണണമെങ്കിൽ ഇബ്നു ഉമറിലേക്ക് നോക്കിക്കൊള്ളുക എന്ന് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പോലും പ്രസ്താവിക്കുന്നുണ്ട്. മാത്രമല്ല ഓരോ സഹാബിവര്യന്മാരും മക്കളെ കൊണ്ട് അഭിമാനിക്കുമായിരുന്നു. മക്കൾ മുഖേന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രം കഴിയുന്ന വ്യക്തിത്വങ്ങളായിരുന്നു അവരെല്ലാം. പ്രവാചകന്റെ സഹാബി, പ്രവാചകൻ നിന്ന് ആദർശം ഉൾക്കൊണ്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ആദർശം നമുക്കറിയാം. ആ സഹാബിവര്യന്റെ മരണരംഗവും എല്ലാം നമുക്ക് വ്യക്തമായി അറിയാം. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അരികിലേക്ക് സഹാബിവര്യന്മാർ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ട് ആശ്വാസത്തിന്റെയും സമാശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹ കൂട്ടുകാരുടെ ഉപദേശങ്ങൾ മരണസമയത്ത് ലഭ്യമാകുമ്പോഴൊന്നും അദ്ദേഹത്തിന് പുഞ്ചിരി വരുന്നില്ല. മുഖം ഇങ്ങനെ ചുമരിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കരയുകയാം. ആ സമയത്തതാ പ്രിയപ്പെട്ട മകൻ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് യാ ബത്ത്, എന്തിനാ ഉപ്പ നിങ്ങൾ കരയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾക്ക് സുവിശേഷ വാർത്ത അറിയിച്ചിട്ടില്ലയോ ഉപ്പ, കരയുകയാണോ എന്ന് ചോദിക്കുന്ന മകന്റെ സന്തോഷത്താലുള്ള മകന്റേതായ സംസാരം കേൾക്കുമ്പോൾ പുഞ്ചിരിയോടുകൂടി മരിക്കുന്ന സഹാബിമാരുടെ ചരിത്രങ്ങൾ. പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിയായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മാതാവിന് ആദർശം കിട്ടാൻ, മാതാവ് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വരാൻ പ്രവാചകന്റെ സവിധത്തിൽ ചെന്നുകൊണ്ട് എപ്പോഴും പ്രവാചകരെ എൻ്റെ മാതാവ് ആദർശം സ്വീകരിക്കുവാൻ അങ്ങ് പ്രാർത്ഥിക്കണം നബിയെ എന്ന് പ്രവാചകന്റെ സഹാബിയായ അബൂ ഹുറൈറ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമുക്ക് ഈ മുസ്ലിം സമുദായത്തിന് സമ്മാനിച്ച, ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഈ സമുദായത്തിന് സമ്മാനിച്ച മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഏത് സമയത്തും പ്രവാചകന്റെ സവിധത്തിൽ വന്നുകൊണ്ട് പറയാനുണ്ടായിരുന്നത് മാതാവിന് ആദർശം ലഭിക്കുവാൻ, മാതാവ് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരാൻ, അങ്ങനെയുള്ള ഒരു മക്കളെ, അങ്ങനെയുള്ള ആദർശ നിബിഡമരായ ആദർശത്തിന്റെ എല്ലാ മേഖലകളിലും നന്മയിലേക്ക് കുതിച്ച സ്വാലിഹായ സന്താനങ്ങളെ അവർ മുഖേന അഭിമാനിക്കാൻ വിശ്വാസികളായ ആളുകൾ കഴിയണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ പദവികൾ, നമ്മുടേതായ ദറജകൾ ഉയർന്നുകൊണ്ടേയിരിക്കണം. അതിനെന്ത് വേണം? സ്വാലിഹായ സന്താനത്തെ ബാക്കി നിർത്താൻ വിശ്വാസികൾ കഴിയണം. മാത്രവുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ ആളുകളോട് നന്മയുടേതായ വിവിധ വശങ്ങൾ വീണ്ടും പഠിപ്പിക്കുകയാം. നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീട് ലഭ്യമാവണമെങ്കിൽ, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വീട് ലഭ്യമാവണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? മഹാനായ മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മർറാത്ത് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഒരു ദിവസത്തിൽ 10 പ്രാവശ്യം ഓതുന്നു, പാരായണം ചെയ്യുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിൽ അയാൾക്കൊരു വീട് ലഭ്യമാവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിലും പ്രദോഷത്തിലും നമസ്കാരങ്ങളുടെ ശേഷങ്ങളുമെല്ലാം പ്രത്യേകമായിക്കൊണ്ട് ചില നമസ്കാരങ്ങളുടെ ശേഷമെല്ലാം പാരായണം ചെയ്യാനായി പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയൊരു അധ്യായം അതൊരു 10 പ്രാവശ്യം ഒരു ദിവസത്തിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ ചൊല്ലുന്നുവെങ്കിൽ, ഉരുവിടുന്നുവെങ്കിൽ എന്താണ്? ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് ലഭ്യമാകുന്നു എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഇതെല്ലാം വളരെ ലളിതമായിക്കൊണ്ട് നിർവഹിക്കാവുന്ന, ചെയ്യാവുന്ന, പറയാവുന്ന ചെറിയ ചെറിയ സംഗതികളാണ്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പഠിപ്പിക്കുകയാണ്, മൻ ഖാല ഫിസ്സൂഖ്, നിങ്ങൾ ആരെങ്കിലും അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ദുആ അത് നിങ്ങൾ ചൊല്ലുന്നുവെങ്കിൽ മഹാനായ സാലിബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന അത് നിങ്ങൾ ചൊല്ലുന്നുവെങ്കിലോ കതബല്ലാഹു ലഹു അൽഫ ഹസനഹ്, നിങ്ങളുടെ പേരിൽ 1000 നന്മകൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ വമഹാ അൻഹു അൽഫ സയ്യ, 1000 തിന്മകൾ നിങ്ങൾ നിന്ന് മായ്ച്ചു കളയുകയാണ്. വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കൊരു വീട് പോലും അത് മുഖേന ലഭ്യമാകുന്നു. എന്തേ? ഒരു ചെറിയ ഒരു പ്രാർത്ഥന ദിനേന എന്നോണം ടൗണുകളിലേക്ക്, സിറ്റികളിലേക്ക്, അതുപോലെ തന്നെ ജനനിബിഡമായ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നവരായ വിശ്വാസികൾ ചെറിയൊരു പ്രാർത്ഥന ചൊല്ലുന്നത് മുഖേന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ദിക്റിനെ ഒരു വിശ്വാസിയായ മനുഷ്യൻ
അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉരുവിടുന്നുവെങ്കിൽ അയാളുടെ 1000 നന്മകൾ മായ്ക്കപ്പെടുകയാണ്, 1000 തിന്മകൾ മായ്ക്കപ്പെടുകയാണ്, സ്വർഗത്തിൽ ഒരു വീട് ലഭ്യമാവുകയാണ്. ഇത്രത്തോളം നന്മകളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അതുപോലെ മറ്റൊരു ഹദീസിൽ വീണ്ടും പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പ്രാർത്ഥന പറയുന്നുവെങ്കിൽ പ്രവാചകൻ വിശദീകരിക്കുകയാണ്, കതബല്ലാഹു ലഹു അൽഫ ഹസന, 10 ലക്ഷം തിന്മകൾ മായ്ക്കപ്പെടുമെന്നതും 10 ലക്ഷം നന്മകൾ അയാളുടെ പേരിൽ രേഖപ്പെടുത്തുമെന്നതും 10 ലക്ഷം നന്മകൾ അയാളുടെ പേരിൽ രേഖപ്പെടുത്തുമെന്നതും 10 ലക്ഷം തിന്മകളെ അയാൾ മായ്ക്കപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്ന, ചൊല്ലാവുന്ന, ഉരുവിടാവുന്ന ചെറിയ ചെറിയ സംഗതികൾ, അതുപോലെ നമ്മുടെ സ്നേഹിതന്മാരെ, കൂട്ടുകാരെ, അവർക്ക് വല്ല രോഗമോ പ്രയാസമോ സങ്കീർണതകളോ കടന്നു വരുമ്പോൾ മാറി നിൽക്കേണ്ടവരല്ല, മറിച്ച് സ്നേഹത്തോടെ തൻ്റെ കൂടെ ഇത്രയും നാൾ കഴിച്ചുകൂട്ടിയ പ്രിയപ്പെട്ട സ്നേഹിതനൊരു പ്രയാസം വരുമ്പോൾ അവനെ സന്ദർശിക്കുന്നുവെങ്കിൽ, സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ അവനെ സന്ദർശിക്കുന്നുവെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുകയാണ്, ഇദാ ആദ റജുലു അഖാ ഔ സാറ, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ രോഗാവസ്ഥയിൽ സന്ദർശിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സന്ദർശനം നടത്തി, എന്നാൽ ഖാലല്ലാഹു അസ്സ വജൽ തിബ്ത വത്വാബ മംശാക് വതബവഅത മൻസിലൻ ഫിൽ ജന്ന, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ സഹോദരന് രോഗം വന്നു, പ്രയാസം വന്നു, എന്നാൽ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ അവനൊരു സന്ദർശനം നടത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് പറയുകയാ, എന്ത്, നീ നല്ലത് ചെയ്തു, മാത്രവുമല്ല നീ നിന്റെ നടത്തം നന്നാക്കി, നിനക്ക് സ്വർഗത്തിൽ അത് മുഖേന ഒരു വീട് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നത്. എന്തേ, ഒരു ചെറിയൊരു പ്രവർത്തനമാണ്. നമുക്കും പ്രയാസങ്ങൾ വരാം, നമുക്കും കഷ്ടതകൾ വന്നേക്കാം, എപ്പോഴും ഒരുപാട് ദുരിതങ്ങൾ നമ്മിലേക്കും സംഭവിച്ചേക്കാം. പക്ഷേ പ്രിയപ്പെട്ട സ്നേഹിതനെ ഒന്ന് സന്ദർശിക്കുന്നത് പോലും പ്രവാചകന്റെ സുന്നത്തിനുള്ള സ്നേഹമായിക്കൊണ്ട്, പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയായിക്കൊണ്ട് സ്വീകരിക്കുന്നുവെങ്കിൽ അത് മുഖേന നിന്റെ നടത്തം നീ നന്നാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ നീ നന്മയാണ് ചെയ്തിരിക്കുന്നത്, നിനക്കത് മുഖേന സ്വർഗത്തിൽ ഒരു വീട് പോലും തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ സ്വർഗത്തിലേക്കുള്ള വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകളിലൂടെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുക. എന്തിനാണ് ഈ വഴികളെ നമ്മോട് പഠിപ്പിക്കുന്നത്? ഈ നന്മകൾ നമ്മിലേക്ക് എന്തിനാണ് ചൊരിഞ്ഞു തരുന്നത്? ഇത് സ്വീകരിക്കാനും, ഇതിൽ കഴിയുന്നത് പ്രവർത്തിക്കാനും, കഴിയുന്നത് സ്വീകരിക്കാനും, ആ നന്മകൾ മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കാനും, അത് മുഖേന സ്വർഗത്തിലേക്കുള്ള വഴികളെ എളുപ്പമാക്കിയെടുക്കാനും പ്രവാചകരോട് സ്നേഹമുണ്ട് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകളെ സ്വീകരിക്കാൻ, പ്രവാചകന്റെ ജീവിതം മാതൃകയാക്കാൻ, പ്രവാചകൻ പഠിപ്പിച്ച ചര്യകളെ ജീവിതത്തിന്റെ മുഖമുദ്രയായി സ്വീകരിക്കാൻ അത് കഴിയണം. അതല്ലാതെ പ്രവാചകന്റെ പേരിൽ പ്രത്യേകമായൊരു ദിനം കഴിച്ചു കൂട്ടിയിട്ടോ, പ്രത്യേകമായ ആഘോഷങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടോ, പ്രത്യേകമായ ചടങ്ങുകൾ നിർവഹിച്ചുകൊണ്ടോ, പഠിപ്പിക്കാത്ത ദിക്റുകളോ ദുആകളോ സ്വലാത്തുകളോ മൗലീദുകളോ ചൊല്ലിയിട്ടോ അല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അവിടുത്തെ ജീവിതം അത് പഠിക്കുക, കഴിയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് കമഫ്ഹസി ഖതാത്തിൻ ഔ അസ്അർ, ഒരാൾ ഒരു പക്ഷി അടയിരിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഒരു ഭവനം, പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇവിടെ പള്ളിപ്പിരിവുകളും നാട്ടിൽ നിന്നുള്ള ഒരുപാട് സംഭാവനകൾ ചോദിച്ചുകൊണ്ടുള്ള പല ആവശ്യങ്ങൾ കടന്നു വരാറുണ്ട്. നമ്മെ കൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന ഒരു ചെറിയൊരു സംഖ്യ നമ്മൾ നൽകുന്നുവെങ്കിൽ ഒരു പക്ഷിക്കടയിരിക്കാവുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയതായിരിക്കാം ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ സംഖ്യ കൊണ്ട് നിർമ്മിക്കുന്നത്, എങ്കിൽ പോലും എന്താണ്, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്, അത് മുഖേന സ്വർഗത്തിൽ ഒരു വീട് തയ്യാറാക്കപ്പെടുകയാണ്, സ്വർഗത്തിൽ ഒരു വീട് നമുക്ക് അത് മുഖേന ലഭ്യമാവുകയാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നന്മകളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിശദീകരിക്കുകയാണ്. പ്രവാചകൻ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ സാബറ അലാ ഇസ്നതൈ അശ്റത റക്അതൻ ഫിൽ യൗമി വല്ലൈലതി ദഖലൽ ജന്ന, ഒരാൾ രാത്രിയിലും പകലിലുമായി 12 റക്അത്ത് നമസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ
താല്പര്യപൂർവ്വം അയാൾ നിർവഹിച്ചു കഴിഞ്ഞുവെങ്കിൽ ഈ റവാത്തിബ് നമസ്കാരങ്ങൾ ളുഹ്റിന്റെ മുമ്പ് 2, ളുഹ്റിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബ്ഹിന്റെ മുമ്പ് 2, ഇങ്ങനെയുള്ള റവാത്തിബ് നമസ്കാരങ്ങൾ അത് വലിയ താല്പര്യത്തോടെ നമ്മുടെ ഫർള് നമസ്കാരത്തിൽ വന്ന ന്യൂനതകൾ, നമ്മുടെ നമസ്കാരങ്ങളിൽ വന്ന ചെറിയ ചെറിയ തെറ്റുകൾ പരിഹരിക്കാനുള്ള റവാത്തിബ് നമസ്കാരം വളരെ താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ, പ്രതിഫലേച്ഛയോടുകൂടി ഒരാൾ നിർവഹിക്കുന്നുവെങ്കിൽ എന്താണ്? ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന ഔ ബുനിയ ലഹു ബൈതൻ ഫിൽ ജന്ന, അയാൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു വീട് തന്നെ നിർമ്മിക്കപ്പെടും. ഒരു വീട് നിർമ്മിക്കപ്പെടാതെ പോവില്ല. സ്വർഗ്ഗത്തിൽ അയാൾക്ക് അത് മുഖേന ഒരു വീട് ലഭ്യമാകുന്നു എന്നതാണ്. എന്തേ? നിർവഹിക്കുന്നത് ഫർള് നമസ്കാരങ്ങളോട് കൂടെ ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ്. വളരെ ലളിതമായി നിർവഹിക്കാവുന്ന, വളരെയധികം ചെറിയ ടൈം കൊണ്ട് നിർവഹിക്കാവുന്ന, സരളമായി നിർവഹിക്കാൻ പറ്റുന്ന റവാത്തിബ് നമസ്കാരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഈ സംഭവം മനസ്സിലാക്കിയിട്ട് പ്രവാചകൻ ഹദീസുകൾ ഉൾക്കൊണ്ട പലരും ഇത് ഉപേക്ഷ വരുത്തിയില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവരത് വളരെ താല്പര്യത്തോടു കൂടി ഈ സുന്നത്ത് നമസ്കരിച്ചതായി ഒരുപാട് സഹാബ വനിതകളുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും റവാത്തിബ് നമസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് വിചാരിച്ചിരുന്ന സഹാബ വനിതകളുടെ ചരിത്രങ്ങൾ പോലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവർക്ക് അവരെ കൊണ്ട് കഴിയുന്ന ഈ നന്മകൾ സ്വീകരിക്കാനും, പറയാനും, പഠിപ്പിക്കാനും, മക്കൾ അതിലേക്ക് ഉത്ബുദ്ധരാക്കാൻ, ഭാര്യയെ ആ രീതിയിൽ നന്മയിലേക്ക് കൊണ്ടുപോകാൻ, പ്രത്യേകമായി കൊണ്ട് താല്പര്യമെടുപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും വിശദീകരിക്കുകയാണ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കലഹങ്ങൾ ഉണ്ടാക്കിയിട്ട്, കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട്, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കിയിട്ട് തർക്കിക്കുന്ന ഈ നേരം കൊണ്ട് ആ തർക്കം ഒരാൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അനാവശ്യമായ ഒന്നിനു വേണ്ട, ആദർശത്തിന് വേണ്ടിയല്ല, അതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, വെറുതെ അനാവശ്യമായ തർക്കങ്ങളും വിദണ്ഡവാദങ്ങളും ചർച്ചകളും നടത്തിയിട്ട് സമയം കളയുന്ന ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന സഈമുൻ ബിബൈതി ഫി റബദിൽ ജന്ന, തർക്കമുപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ മധ്യത്തിലായി ഒരു വീട് ലഭ്യമാണ്. മാത്രമല്ല, ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിക്കൻ, അയാൾ ചിലപ്പോൾ ആ തർക്കം ഉപേക്ഷിക്കുന്നത് സത്യത്തിന് വേണ്ടിയായിരിക്കും അയാൾ തർക്കിക്കുന്നത് എങ്കിൽ പോലും, ആ സത്യത്തിന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ സത്യമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അനാവശ്യമായ ഒരു കാര്യത്തിന് ഉപകാരപ്പെടാത്ത ആ തർക്കം ഒരാൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അയാൾക്ക് സ്വർഗത്തിന്റെ ചുറ്റിലായിക്കൊണ്ട് ഫീ റബദിൽ ജന്ന, സ്വർഗത്തിന്റെ ചുറ്റിലായിക്കൊണ്ട് ഒരു വീട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്ത്? അന സഈമു ബിൽ ബൈതി ഫീ റബദിൽ ജന്ന, സ്വർഗത്തിന്റെ നടുവിലായി, മധ്യത്തിലായി അല്ലെങ്കിൽ സൈഡിലായിക്കൊണ്ട് ഒരു വീട് തന്നെ. ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിക്കൻ, സത്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ തർക്കത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് മുഖേന ഒരു വീട് ലഭ്യമാകുന്നു എന്നതാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഒരുപാട് നന്മകൾ ഈ സ്വർഗത്തിലേക്ക് ധൃതിപ്പെടുവാനും സ്വർഗത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ആ സ്വർഗത്തിലേക്കുള്ള ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി കൊണ്ട് ഹദീസുകളിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നമ്മുടെ നാവിലൂടെ അനാവശ്യമായ സംസാരങ്ങൾ കടന്നു വരുന്നു. പ്രവാചകന്റെ ഹദീസ് കാണാം, അന സഈമുൻ വബിബൈതി ഫീ വസതിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാദിഹൻ, കളവ് ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ നടുവിലായി ഒരു വീട് ലഭ്യമാണ്. എന്തേ? സംസാരത്തിൽ കളവ് ഉപേക്ഷിക്കുക എന്നത്, അനാവശ്യമായ സംസാരങ്ങൾ നടത്തുക എന്നത്, അതുപോലെ സംസാരത്തിൽ കളവ് പറയുക എന്നത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. വൈദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുക എന്നത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ലഅനത്തുല്ലാഹി ലിൽ കാദിബീൻ, കളവ് പറയുന്നവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, കളവ് പറയുന്നവനെയും സത്യനിഷേധിയെയും ഒരിക്കലും അള്ളാഹു നേർമാർഗത്തിലാക്കില്ല. അതുകൊണ്ട് കളവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, സംസാരിക്കുകയാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ ഒരു വിശ്വാസി മരിക്കാൻ പാടില്ല. അതുപോലെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ കാണാം, വഖൂലു കൗലൻ, ജനങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക. അതുപോലെ നല്ലത് സംസാരിക്കുന്നുവെങ്കിലും അത് മുഖേന തൻ്റെ തിന്മകൾ മായ്ക്കപ്പെടുമെന്നതും പാപങ്ങൾ പൊഴിച്ചു കളയുമെന്നതുമെല്ലാം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ വന്ന സംഗതികളാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവരുടെ സംസാരങ്ങളിൽ കളവ് വരാതെ പറയുന്ന കാര്യം ജീവിതത്തിന്റെ നന്മയായിക്കൊണ്ട് സ്വീകരിക്കാനും അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന് വേറിട്ടുകൊണ്ട് കളവിനെ ഉപേക്ഷിക്കാനും കഴിയണം. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ സൽസ്വഭാവവും നന്മയും സ്വീകരിച്ചുകൊണ്ട് ആ നന്മയിലൂടെ ജീവിക്കുന്ന ആളുകൾ ആരാണോ
തൻ്റെ സ്വഭാവത്തെ, തൻ്റെ സംസ്കാരത്തെ നന്നാക്കിയെങ്കിൽ അവനും സ്വർഗത്തിലൊരു വീട് ലഭ്യമാണ്, അവനും സ്വർഗത്തിലൊരു വീട് നൽകാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുകയാണെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് ഈ സ്വർഗം ലഭ്യമാകുവാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുമായി ഒരുപാട് നന്മകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സന്ദർഭങ്ങളിലായി അവിടുത്തെ സഹാബത്തിനോട് പഠിപ്പിക്കുകയും സഹാബത്തെ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സഹാബത്തിൽ ഓരോരുത്തരുടെയും ജീവിതം കണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലെ ഓരോ കുട്ടികളെക്കുറിച്ച്, ആരാണ് സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ്, ഇന്നാളുകൾ യുവാക്കളുടെ നേതാവാണ്. അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദ് ശബാബി അഹ്ലിൽ ജന്ന, ഹസനും ഹുസൈനും യുവാക്കളുടെ നേതാവാണ്. അതുപോലെ സ്വർഗത്തിലെ മധ്യവയസ്കന്മാരുടെ നേതാവ് ആരാണ്? അബൂബക്കർ, ഉമർ സയ്യിദ് കുഹൂലി അഹ്ലിൽ ജന്ന മിനൽ അവ്വലീന വൽ ആഖിരീൻ മാഹലൻ നബിയ്യീന വൽ മുർസലീന ലാ തുഖ്ബിർഹുമാ യാ അലി. അബൂബക്കറും ഉമറും നബിമാരും മുർസലീങ്ങളും പൂർവ്വഗാമികളുമായ മുഴുവൻ ആളുകളും മധ്യവയസ്കന്മാരുടെ നേതാവായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഈ മഹാരഥന്മാരായ മുൻഗാമികളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ശുഹദാക്കളുടെ നേതാവായിക്കൊണ്ട് ആരാണ്? സയ്യിദ് ശുഹദായ് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ മകനായ ഹംസ സ്വർഗത്തിൽ ശുഹദാക്കളുടെ നേതാവായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് വിശ്വാസികളായ ഓരോരുത്തരെ കുറിച്ചും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ സഹാബത്തിന്റെ ജീവിതത്തിലുള്ള നന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയും അവരെല്ലാം സ്വർഗത്തിലേക്ക് പോകുന്നവരാണെന്ന് കൃത്യമായി പഠിപ്പിച്ചുവെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നന്മകളെ സ്വീകരിക്കാനും ആ നന്മകളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും വിശ്വാസികളായ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെന്താണ്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ, നമുക്ക് ലളിതമായിക്കൊണ്ട് നിർവഹിക്കാവുന്ന പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട ഒരു ചെറിയ പ്രാർത്ഥനയാണ്. അല്പം സുദീർഘമായി നമുക്ക് തോന്നുമെങ്കിലും ദിനേന എന്നോണം ചൊല്ലുന്ന ആളുകൾക്ക് വളരെ ലളിതമായിക്കൊണ്ട് നിർവഹിക്കാവുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന ലഹദിക വഅദിക മസ്തഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂ ലക ബിനിഅമതിക അലയ്യ വഅബൂ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇത് നമുക്ക് അല്പം സുദീർഘമായി തോന്നുമെങ്കിലും ഒന്ന് എഴുതിയെടുത്തുകൊണ്ട് ഇത് പഠിക്കണമെന്ന താല്പര്യത്തോട് ആഗ്രഹത്തോടു കൂടി ഒരാളത് ഉരുവിടുന്നുവെങ്കിൽ പ്രഭാതത്തിൽ പ്രതിഫലം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ ഒരാളത് ചൊല്ലിയിട്ട് പ്രദോഷമാകുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ വമൻ കാലഹാ മിന്നഹാരി മൂഖനൻ ബിഹാഫ മാത മിൻ യൗമി, അയാൾ പ്രഭാതത്തിൽ ചൊല്ലി പ്രദോഷമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുപോലെ പ്രദോഷത്തിൽ ചൊല്ലി പ്രഭാതമാകുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടുവെങ്കിൽ ഈ പ്രാർത്ഥന പ്രതിഫലം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ താല്പര്യത്തോടെ ഒന്ന് പഠിച്ചു ചൊല്ലിയാൽ അയാൾക്കിത് ലഭ്യമാവണം എന്ന താല്പര്യത്തോടെ എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആയിക്കൊണ്ട് പാപമോചന പ്രാർത്ഥനകളുടെ നേതാവായിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഒരാൾ ഉരുവിടുന്നുവെങ്കിൽ അത് പ്രദോഷത്തിൽ ഉരുവിട്ട് പ്രഭാതമാകുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടുവെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ലളിതമായിക്കൊണ്ട് നിർവഹിക്കാവുന്ന ഇത്തരത്തിലുള്ള നന്മകളെ ഗ്രഹിക്കാനും പഠിക്കാനും എമ്പാടുമുണ്ട്. അതിൻ്റെ പിന്നാലെയായിരിക്കണം വിശ്വാസികളായ ആളുകൾ സഞ്ചരിക്കേണ്ടത്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി ഖുരിസത ലഹു നഖലതൻ ഫിൽ ജന്ന, ആരെങ്കിലും സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നാട്ടപ്പെടുകയാണ്, ഒരു ഈത്തപ്പന മരം അവിടെ ലഭ്യമാവുകയാണ്. ഓരോ കാര്യങ്ങളെക്കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഓരോ ദിക്റുകളെക്കുറിച്ച്, പ്രാർത്ഥനകളെക്കുറിച്ച്, ദുആകളെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി നമ്മോട് പഠിപ്പിച്ചു. എന്തിന്? സ്വർഗമെന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഉപമിക്കാൻ കഴിയാത്തതാണ്, ഒരിക്കലും നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. നരകമെന്നത് ഭീകരാന്തരീക്ഷമാണ്, അത് വളരെയധികം പ്രയാസം നിറഞ്ഞതാണ്, ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാനും സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാനുമായി ഈ നന്മകൾ നമ്മോട് പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അലാ അദുല്ലുക അലാ ബാബി മിൻ അബ്വാബിൽ ജന്നഹ്, സ്വർഗീയ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കട്ടെയോ എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറഞ്ഞു, ബല, അറിയിച്ചു തന്നാൽ നബിയെ. അപ്പോൾ പ്രവാചകൻ വിശദീകരിക്കുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല.
എന്ന ആ ദിക്റിനെ നിങ്ങൾ ഉരുവിടുന്നുവെങ്കിൽ സ്വർഗത്തിലെ കവാടങ്ങളിൽപ്പെട്ടൊരു കവാടമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അത് മുഖേന കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ പഠിച്ചതും അതുപോലെ ഉരുവിടുന്നതുമായ ഈ തരത്തിലുള്ള ചെറിയ ചെറിയ നന്മകൾ, ഈ നന്മകളെ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇപ്പോൾ വുളൂ എടുത്തു കഴിഞ്ഞാൽ വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥന വളരെ ലളിതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആളുകളെക്കുറിച്ച് അവിടുന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്ത്? സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് എന്നത്. അപ്പോൾ വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉരുവിടേണ്ടതും ചെല്ലേണ്ടതുമായ ഒരുപാട് നന്മകൾ, ഇതൊക്കെ വിശ്വാസികളായ ആളുകൾ ഏത് സമയത്തും ഉരുവിടാനും പറയാനും അള്ളാഹുവോട് സ്വർഗം ചോദിക്കാൻ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. മൻ സഅലല്ലാഹുൽ ജന്നത സലാസ മറ, ഒരാൾ അള്ളാഹുവോട് 3 തവണ സ്വർഗം തേടിക്കഴിഞ്ഞാൽ ഖാലത്തിൽ ജന്ന, ആ സ്വർഗം പറയും അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അള്ളാഹുവേ അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാം. 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ തേടിയാൽ നരകം പറയും അയാൾ അള്ളാഹുവോട് അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അള്ളാഹുവേ നരകത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തേണമെന്നത്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നന്മകൾ നമുക്ക് അനുവർത്തിക്കാവുന്നതും പ്രവർത്തിക്കാവുന്നതുമായ ഈ നന്മകളെ സ്വീകരിക്കാനും ആ നന്മയിലൂടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും അള്ളാഹുവോട് നിരന്തരമായി സ്വർഗത്തെ ചോദിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കേണ്ടതുണ്ട്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ലളിതമായ നിരവധി സംഗതികൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ വന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നന്മകളെ പഠിക്കാനും സ്വീകരിക്കാനും ആ നന്മയുമായി ബന്ധപ്പെടുവാനും അറിഞ്ഞ നന്മകൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും വ്യാപിപ്പിച്ചു കൊടുക്കാനും അതിൻ്റെ പ്രചാരകരായിക്കൊണ്ടും അതിൻ്റെ പ്രബോധകരായിക്കൊണ്ടും ജീവിക്കാനായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. അതിനെന്ത് വേണം? നമുക്ക് വിശുദ്ധ ഖുർആനും അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പ്രമാണമായി തോന്നാനും അത് പഠിക്കാനുള്ള വെമ്പൽ, അറിവന്വേഷിക്കാനുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തിലൂടെ ജീവിക്കാനും ആ ആഗ്രഹമുള്ളതോടുകൂടിയാണ് പ്രവാചകരോടുള്ള സ്നേഹം കടന്നു വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിലുള്ള നന്മകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ അനുവർത്തിക്കുകയും സ്വഹാബത്ത് പ്രവാചകരെ സ്നേഹിച്ചത് എങ്ങനെയോ ആ സ്വഹാബത്തിൻ്റെ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരന്മാരോട് സ്നേഹിതന്മാരോട് ഐക്യപ്പെടാനും പരസ്പരം സഹകരണം കടന്നു വരും. പ്രവാചകൻ ആദർശം ഉൾക്കൊണ്ട മഹാരഥന്മാരായ സഹാബിവര്യന്മാരും അവർക്കിടയിലുണ്ടായിരുന്ന ഐക്യം എത്രത്തോളമായിരുന്നു. മുസ്ലിം സമൂഹത്തിന് അവർ സമർപ്പിച്ച സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മഹാസന്ദേശം ഒരിക്കലും തന്നെ ഉപമപ്പെടുത്താൻ കഴിയില്ല. യർമൂക്കിൻ്റെ യുദ്ധ പോരാട്ട ഭൂമിയിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയ മഹാരഥന്മാരായ സഹാബിവര്യന്മാരും യുദ്ധം കഴിഞ്ഞു എല്ലാവരും അവരുടേതായ വഴിക്ക് പോവുകയാണ്. എന്നാൽ ആ ഭാഗങ്ങളിൽ പ്രദേശങ്ങളിൽ ഒരു ഭാഗത്ത് യുദ്ധത്തിൻ്റെതായ ആ പ്രദേശത്ത് ഒരു നേരത്തെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പിടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ മരണത്തോട് മല്ലടിക്കുന്ന മഹാനായ ഇക്രിമ റളിയല്ലാഹു തആലാനും ഇക്രിമ റളിയല്ലാഹുവിനും ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി യാചിക്കുകയാണ്. ആ സമയത്ത് വെള്ളത്തിൻ്റെ വെള്ളപാത്രവുമായി കൊണ്ട് ഒരു സൈന്യാധിപൻ അതുവഴിയെ കടന്നു വരികയാണ്. ആ സമയത്ത് അപ്പുറത്ത് കിടക്കുന്ന ഹയ്യയെ ചൂണ്ടിയിട്ട് എന്നേക്കാൾ ദാഹപരവശനായി എന്നേക്കാൾ മരണത്തോട് മല്ലിടുന്ന ഹയ്യക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഹയ്യയുടെ അരികിലേക്ക് സൈന്യാധിപൻ വെള്ളവുമായി കൊണ്ട് കയറി ചെല്ലുമ്പോൾ ഹയ്യ റളിയല്ലാഹു പറയുക അപ്പുറത്തുള്ള ഹാരിസിന് കൊടുക്കുക. എന്നേക്കാൾ ദാഹപരവശനാണ് ഹാരിസ്. ഹാരിസിന്റെ അരികിലേക്ക് എത്തുമ്പോൾ അല്ല ഇക്രിമയുടെ അരികിലേക്ക് തന്നെ മടങ്ങി ചെല്ലുക. അങ്ങനെ വെള്ളപ്പാത്രവുമായി 3 പേരുടെ അരികിലേക്ക് എത്തുമ്പോൾ 3 പേരും അവസാന നിമിഷത്തിൽ വെള്ളം കിട്ടാതെ പിടഞ്ഞു മരിക്കുകയാണ്. തന്നേക്കാൾ ദാഹമുണ്ടായിട്ടും തന്നേക്കാൾ ദാഹപരവശനായിട്ടും ആദർശത്തിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിത മനോഹരമായ ആദർശത്തെ അതിനെ പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി ശരീരം സമർപ്പിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് മാത്രമേ സഹായാഭ്യർത്ഥന നടത്തുകയുള്ളൂ. ഒരു വ്യക്തിയോടും ഒരു തരത്തിലുള്ള സൃഷ്ടികളോടും അത് മരിച്ചുപോയവരാവട്ടെ മഹാന്മാരാവട്ടെ ഔലിയാക്കളാവട്ടെ ബീവിമാരാവട്ടെ ഇനിയോ ജിന്നാവട്ടെ ശൈത്വാനാവട്ടെ പിശാചാവട്ടെ ഒന്നിനോടും സഹായം തേടാൻ പാടില്ല. ഒരു നിമിഷത്തിലും അത് പാടില്ല. അത് ശിർക്കാണ്. അത് ഏത് തരത്തിലാണെങ്കിലും ഭൗതികമായാലും അഭൗതികമായാലും ഒരു വിധേനയും ഒരു സൃഷ്ടിയോടും പാടില്ല. അള്ളാഹ് നിർദ്ദേശിച്ച ഏതൊക്കെ ഇളവുകളുണ്ടോ ആ ഇളവുകൾ ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ ജിന്നിനോടും പിശാചിനോടും ഒരു നിമിഷത്തിലും പാടില്ല. സൃഷ്ടികളോട് ചോദിക്കാൻ മനുഷ്യന്മാരായ സൃഷ്ടികളോട്
ഏത് വിധത്തിൽ ചോദിക്കണമെന്ന് പഠിപ്പിച്ചുവെങ്കിൽ പരസ്പരം സഹകരണത്തോടെയുള്ള ആ സഹായാഭ്യർത്ഥന പാടും എന്നതല്ലാതെ ജിന്നിനോടും പിശാചിനോടും മലക്കുകളോടും ഒരു തരത്തിലും ഒരു തരേനയും പാടില്ല എന്നതും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദിൽ സംശയാസ്പദമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ചർച്ചകളും അനാവശ്യമായ വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നവന് മാറി നിന്നുകൊണ്ട് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് മഹാരഥന്മാരായ സ്വഹാബത്തുൽ കിറാം ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അതുപോലെ അബ്ദുല്ലാഹി ഉദാഫയുടെയും അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബ്ബാബിന്റെയും യാസറിന്റെയും സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെയും ചരിത്രം പഠിച്ച മഹാരഥന്മാരായ സ്വഹാബിമാരും ശരീരം കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതം കൊടുത്തുകൊണ്ട് ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ പ്രവാചകൻ ആദർശം പഠിച്ച ഹംസ റളിയല്ലാഹു അൻഹു അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു നിമിഷത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ പിടിച്ചു നിന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ദീനെ നിലനിർത്താൻ കഴിയണം. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെ ഒരു തരത്തിലും ഒരു ഭിന്നിപ്പും ഒരു തരത്തിലുള്ള ചർച്ചകളും അനാവശ്യമായി വലിച്ചിഴച്ചുകൊണ്ട് നമ്മുടെ തൗഹീദിനെ തറപറ്റിക്കാനോ അതിൽ സംശയമുണ്ടാക്കാനോ അനാവശ്യമായ ചർച്ചകളിലൂടെ കൊണ്ടുപോകാനോ ആര് ഏത് വിധത്തിൽ ശ്രമിച്ചാലും വിട്ടുകൊടുക്കാൻ പാടില്ല. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. കാരണം തൗഹീദിൽ പിടിച്ചു കഴിഞ്ഞാൽ നമസ്കരിച്ചൊരു കാര്യമില്ല, നോമ്പൊരു കാര്യമില്ല, സ്വതക്ക കൊടുത്തൊരു കാര്യമില്ല, ഹജ്ജ് ചെയ്തൊരു കാര്യമില്ല, എല്ലാ അമലുകളും ബാത്തിലായി പോകുമെന്ന് പ്രവാചകരോട് പോലും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, പിൻപറ്റേണ്ടതുണ്ട്. നമ്മുടെ ആദർശത്തിൽ പിഴവുകൾ സംഭവിക്കാൻ പാടില്ല. നമ്മൾ ഉറച്ചു നിൽക്കാൻ കഴിയണം. അങ്ങനെ നന്മയിലൂടെ വ്യാപൃതരാവാനും സഹാബത്തിന്റെ ഇടയിലുണ്ടായിരുന്ന ഐക്യവും സഹാബത്തിന്റെ ഇടയിലുണ്ടായിരുന്ന സാഹോദര്യവും മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നമസ്കരിക്കുമ്പോൾ അവർ കാത്തു സൂക്ഷിച്ചിരുന്ന ആ മഹത്തായ മൂല്യം എങ്ങനെയാണ് കടന്നു വന്നത്? ലാ ഇലാഹ ഇല്ലല്ലയിൽ അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞു, ആദർശത്തിൽ ഒന്നിക്കാൻ കഴിഞ്ഞു, അതിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാവാൻ കഴിഞ്ഞില്ല. ശരീരം കൊടുത്തും അതുപോലെ തന്നെ സമ്പത്ത് കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ എല്ലാം തിരിച്ചുകൊണ്ടും എല്ലാം ഒഴിഞ്ഞു വെക്കാനും കഴിഞ്ഞുവെങ്കിൽ അതായിരുന്നു എത്യോപ്യക്കാരനായ ബിലാലും റോമക്കാരനായ സുഹൈബും പേർഷ്യക്കാരനായ സൽമാനും മക്കക്കാരനായ അബൂബക്കറും മദീനക്കാരനായ സഅദ് ബിൻ അബി വഖാസും പണക്കാരിൽ പണക്കാരനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫും ഉസ്മാൻ ബിൻ അഫ്ഫാനും അതുപോലെ തന്നെ ദരിദ്രന്മാരിൽപ്പെട്ട ഖബ്ബാബും യാസറും ബിലാലും അവരെല്ലാം തോളോട് തോട് ചേർന്ന് മദീനയിലെ മസ്ജിദിൽ പരസ്പരം സഹകരണത്തോടുകൂടി നിര്യാണിയായി നമസ്കരിക്കാൻ കഴിഞ്ഞത് ഏതൊരു ഐക്യമാണോ ആ ഐക്യം അത് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായാൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലയിൽ പിഴവ് സംഭവിക്കാത്ത ആ ഐക്യമുണ്ടായാൽ മാത്രമേ യോജിച്ചു പോകാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയായിരിക്കണം വിശ്വാസികളായ ആളുകൾ പരിശ്രമിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും. അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കാൻ, പ്രവാചകനെ നമ്മേക്കാൾ കൂടുതൽ സ്നേഹിച്ച സഹാബത്തിന്റെ ചരിത്രം പഠിച്ചുകൊണ്ട് സഹാബത്ത് ഏതൊരു രീതിയിൽ പ്രവാചകനെ സ്വീകരിച്ചു, പ്രവാചകന്റെ ജീവിതം പിൻപറ്റി. പ്രവാചകൻ 6-ാമത്തെ വയസ്സിൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ 9-ാമത്തെ വയസ്സിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 18 വയസ്സാകുമ്പോൾ മഹദി ആയിഷയെ ഈ ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് വിട പറഞ്ഞുവെങ്കിൽ ഒരിക്കൽ പോലും നമ്മേക്കാൾ കൂടുതൽ പ്രവാചകനെ സ്നേഹിച്ച ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ പേരിൽ ഒരു ഈത്തപ്പഴം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വെള്ളം ദാനം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദാനധർമ്മം ചെയ്തുകൊണ്ടോ പ്രവാചകരുടെ പേര് പ്രത്യേക നബിദിനാഘോഷം കഴിച്ചില്ല. അതുപോലെ തന്നെ പ്രവാചകൻ നമ്മേക്കാൾ കൂടുതൽ സ്നേഹിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു പ്രത്യേകമായി കൊണ്ട് ആഘോഷങ്ങൾ നടത്തിയില്ല. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2.5 വർഷം ഇസ്ലാമിന്റെ ഖലീഫയായി പ്രത്യേക തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിച്ചില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു 10.5 വർഷം ഇസ്ലാമിന്റെ ഖലീഫയായിട്ട് ഒരു തരത്തിലുള്ള ആഘോഷങ്ങളും സംഘടിപ്പിച്ചില്ല. 5.5 വർഷം ഇസ്ലാമിന്റെ ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബോ പ്രവാചകന്റെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദുന്നൂറൈൻ ഇരട്ട പ്രകാശത്തിന്റെ ഉടമ എന്നറിയപ്പെടുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാനോ ഇവരാരും പ്രത്യേകമായി കൊണ്ട് നബിദിനാഘോഷമോ ചടങ്ങുകളോ ഒന്നും സംഘടിപ്പിച്ചില്ല എങ്കിൽ അവരൊക്കെ സ്നേഹിച്ച ഏതൊരു സ്നേഹം പ്രവാചകന്റെ ചര്യ ആ സുന്നത്തിനെ മഹിതമായ സന്ദേശത്തെ അതിനെ പഠിക്കാൻ, അത് ഗ്രഹിക്കാൻ, അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, കുടുംബത്തിന് പറഞ്ഞു കൊടുക്കുക, ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ആ നന്മയിൽ പൊരുത്തമുണ്ടാവും, ഐക്യമുണ്ടാവും, സമാധാനമുണ്ടാവും, ശാന്തി ഉണ്ടാവും. അതിലേക്ക് ധൃതിപ്പെടാനും അള്ളാഹുവെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കുവാനും പഠിക്കേണ്ട നന്മകൾ പഠിക്കാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരിപൂർണമായ ഉദ്ദേശത്തോടു കൂടി സ്വീകരിക്കാനും അള്ളാഹുവോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും അവർ നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരി സഹോദരന്മാർ അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പല രീതിയിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും സങ്കീർണതകളും കഷ്ടതകളും ആദികളും വ്യാധികളും അനുഭവിക്കുന്ന മനസ്സുകൾക്ക് സമാധാനവും ശാന്തിയും സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.